ഈ കിട്ടിയ കുട്ടികൾ അത്രയും ഇതാക്കുന്ന രീതിക്കുള്ളതാണ്. കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ 680 അല്ലെങ്കിൽ 660 ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ പിന്നെയും ഇപ്പം നമുക്കത് ഇത്രയും ടൈം ലേറ്റായി. അപ്പോൾ 2-3 ആഴ്ചകൾക്ക് ശേഷം നമ്മൾ പിന്നെ എക്സാം എഴുതുമ്പോൾ നമുക്കതൊന്നും എന്തായാലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം പിന്നെ റീ എക്സാം നടത്തുന്ന പറയാൻ നമ്മളെ തന്നെ കളിയാക്കുന്നില്ല എനിക്ക് തോന്നുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് അന്ന് തലേന്ന് വരെ അന്ന് രാവിലെ വരെ റിവിഷൻ നടത്തിയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഇപ്പോൾ 2-3 ആഴ്ചക്ക് ശേഷം വീണ്ടും റീ എക്സാം എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ട് കാര്യം തോന്നുന്നില്ല. ഈ നീറ്റ് എക്സാമിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും ചർച്ചാ വിഷയം. എക്സാം പേപ്പർ ചോർന്നു എന്നും എക്സാം നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചില കുട്ടികളെ വഴിവിട്ട് സഹായിച്ചു എന്നൊക്കെയാണ് ആരോപണങ്ങൾ. ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച എക്സാം എഴുതി ഒടുവിൽ വഞ്ചിക്കപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളോടുള്ള ഐക്യദാർഢ്യമായിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും താല്പര്യമില്ലാത്തൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഈ വീഡിയോ കാണില്ല എന്നുള്ളത് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണമെന്ന് തോന്നി. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഭൂരിഭാഗം ആളുകളും ന്യൂസിലൂടെയും മറ്റുമൊക്കെ സംഭവം അറിഞ്ഞു കാണും. എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവല്ലോ. ആദ്യം അവർക്ക് എന്റേതായ രീതിയിൽ സംഭവത്തെ കുറിച്ച് ഞാനൊന്ന് വിശദീകരിച്ചു തരാം. ആദ്യം തന്നെ നീറ്റ് എക്സാം എന്താണെന്ന് പറയാം. എന്താണത്? ഓൾ ഇന്ത്യ ലെവലിൽ നടത്തപ്പെടുന്ന മെഡിക്കൽ എൻട്രൻസ് എക്സാം ആണ്. സാധാരണ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് ഈ എക്സാം എഴുതാറ്. നീറ്റിൽ നല്ല എക്സാം മേടിച്ച് ഏതെങ്കിലും ഗവൺമെന്റ് കോളേജിലൊക്കെ MBBS പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളുടെ സ്വപ്നമാണ് അല്ലെ? ഈ +2 കഴിഞ്ഞ ആദ്യത്തെ ശ്രമത്തിൽ നീറ്റ് കിട്ടാത്തവരൊക്കെ വേറൊന്നിനും പോകാതെ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് നീറ്റ് എഴുതാറുണ്ട് അല്ലെ? സത്യം പറഞ്ഞാൽ അതൊരു റിസ്ക് ആണ്. ചിലപ്പോൾ ആ റിപ്പീറ്റ് ചെയ്ത് 2-3 വർഷങ്ങളൊക്കെ വെറുതെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട്. പക്ഷെ അതിലൊന്നും തളരാതെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ വീണ്ടും ശ്രമിച്ച് നീറ്റിൽ നല്ല ടോപ്പ് റാങ്ക് വാങ്ങുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എക്സാമിന് വിദ്യാർത്ഥികൾ നൽകുന്ന പ്രാധാന്യത്തെ കുറിച്ചാണ്. അറിയാലോ, നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും റെസ്പെക്റ്റബിളും ഗ്ലാമറസുമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഡോക്ടറിൻ്റെതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കൊക്കെ MBBS-നോട് ഒരു അഭിനിവേശം തോന്നുന്നത് സ്വാഭാവികമാണ്. ഈ നീറ്റ് എക്സാം നടത്തുന്നത് NTA, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഈ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ് NTA എന്ന് പറയുന്നത്. ഈ NTA-ക്കെതിരെയാണ് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ ഇപ്പൊ പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് വേര് തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും നീറ്റ് എഴുതുന്നത്. ഇത്തവണ 28 ലക്ഷം അപേക്ഷിച്ചവരിൽ 25 ലക്ഷവും എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന എക്സാമുകളിൽ ഒന്നാണ് ഈ നീറ്റ് എന്ന് പറയുന്നത്. ഈ 25 ലക്ഷത്തിൽ ആദ്യമായി എഴുതുന്നവരും റിപ്പീറ്റ് ചെയ്യുന്നവരും റിപ്പീറ്റ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് ദിവസത്തിലെ കഠിന പരിശ്രമത്തിലൂടെയാണ് ഓരോരുത്തരും എക്സാം എഴുതാൻ എത്തുന്നത്. ഇനി ഇത്തവണ വിവാദമാവാൻ മാത്രം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. 2-3 അലിഗേഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നായി പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി ഇത്തവണ ഹരിയാനയിൽ എക്സാം എഴുതിയ കുട്ടികളിൽ 8 പേർക്ക് ഒരുമിച്ച് 1ാം റാങ്ക് കിട്ടിയെന്നുള്ളതാണ്. 720-ലാണ് സാധാരണ നീറ്റ് എക്സാമിന് മാർക്ക് ഇടുന്നത്. ഇത്തവണ 720 മേടിച്ച 67 കുട്ടികൾ ഉണ്ടായിരുന്നു. 2019 തൊട്ടുള്ള കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ 3-ൽ കൂടുതൽ 1ാം റാങ്കുകാർ ഒറ്റ വർഷത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചരിത്രമുള്ള പരീക്ഷയിലാണ് ഒരേ സെൻട്രൽ എക്സാം എഴുതിയ 8 കുട്ടികൾക്ക് 1ാം റാങ്ക്. അത് മാത്രമല്ല ഇതേ സെൻട്രൽ പരീക്ഷ എഴുതിയ 2ാം റാങ്ക് കിട്ടിയ 2 കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത് 718-ഉം 719-ഉമാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ നീറ്റിലെ മാർക്കിംഗ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ 718, 719 ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ടോട്ടൽ മാർക്ക് 720 ആണല്ലോ. മുഴുവൻ ഉത്തരവും ശരിയാക്കി ഒരാൾക്ക് 720 മാർക്ക് കിട്ടും. എന്നാൽ എല്ലാം ശരിയായി, പക്ഷെ ഒരു ചോദ്യം മാത്രം അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ വിട്ട് കളഞ്ഞാണെങ്കിൽ 716 ആണ് കിട്ടുന്ന മാർക്ക്. 4 മാർക്ക് കുറയും. ഇനി അതുപോലെ തന്നെ എല്ലാം ശരിയായി, ഒരു ഉത്തരം മാത്രം തെറ്റി കഴിഞ്ഞാണെങ്കിൽ -1 വരും. അപ്പൊ 5 മാർക്ക് കുറയും. അപ്പൊ കിട്ടുന്ന മാർക്ക് എത്രയാണ്? 715. പറഞ്ഞ കണക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരാൾക്ക് 718-ഉം 19-ഉം കിട്ടുക? അവിടെയാണ് കളികൾ വരുന്നത്. ഇതിന് NTA നൽകിയ വിശദീകരണം എന്താണെന്ന് അറിയോ? എക്സ്ട്രാ കിട്ടിയ മാർക്ക് ഗ്രേസ് മാർക്ക് ആണത്രേ. അതായത് താങ്കളുടേതല്ലാത്ത കാരണം കൊണ്ട് എക്സാം എഴുതാൻ വൈകിയ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ആയി കൊടുത്തതാണത്രേ. അപ്പോഴും അവിടെ ഉയർന്നു വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ എത്ര കുട്ടികൾക്ക് ഇങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്ര മാർക്ക് വെച്ചാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്? എന്താണ് ഇങ്ങനെ മാർക്ക് കൊടുക്കുന്നതിന്റെ മാനദണ്ഡം? ഒരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. വെറും 1-2 മാർക്കിന്റെ വ്യത്യാസത്തിൽ 500-ഉം 1000-ഉം ഒക്കെ റാങ്ക് പിന്നോട്ട് പോകാൻ വിധിക്കപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്. അവരെയൊക്കെ നോക്കി കൊഞ്ഞനും കുത്തുന്ന പരിപാടിയാണ് ഈ ഗ്രേസ് മാർക്ക് കാണിക്കുന്നതിലൂടെ NTA കാണിച്ചത്. ഗ്രേസ് മാർക്ക് കൊടുക്കാൻ SLC എക്സാം ഒന്നുമല്ലല്ലോ. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം NTA നൽകുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹരിയാനയിലെ 8 കുട്ടികളുണ്ടല്ലോ, അവരിൽ 7 പേർക്കും സർനെയിം ഇല്ല എന്നുള്ളതാണ്. അതായത് സാധാരണ നോർത്ത് ഇന്ത്യൻസിന് ഒരൊറ്റ പേരല്ല ഉണ്ടായിരിക്കുക, അതിന്റെ കൂട്ടത്തിൽ ഒരു സർനെയിമും കൂടി ഉണ്ടാകും. ഈ ഹർദീപ് പാണ്ഡ്യയിലെ പാണ്ഡ്യല്ലേ, അതേപോലെ ഒരു 4 പേരുണ്ടാകും. ചിലപ്പോൾ അത് ജാതി പേരാകും, അതും അല്ലെങ്കിൽ
ഗോത്രത്തിന്റെ പേരാകും. അതുമല്ലെങ്കിൽ അച്ഛന്റെ പേരിന് ഒരു ഭാഗവും ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സർനെയിം ഇല്ലാത്ത നോർത്ത് ഇന്ത്യൻസ് തീരെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ സർനെയിം ഇല്ലാത്ത 8 പേര് വരുമ്പോൾ തന്നെ വീണ്ടും സംശയം കൂടിക്കൂടി വരികയാണ്. ഇത് NTA ഒന്നാം തരം സ്കാം ആണ് എന്ന് വിദ്യാർത്ഥികൾ പരക്കെ ആരോപിക്കുകയാണ്. എത്രത്തോളം വലിയ ക്രമക്കേടുകളാണ് നടന്നതെന്ന് അന്വേഷിക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ കുട്ടിക്ക് കൊടുക്കുന്നു 1-2 മാർക്ക് കൊണ്ട് 1000 കുട്ടികളുടെ അവസരമാണ് നിഷേധിക്കപ്പെടുന്നത്. അപ്പൊ ഇനി എന്താണ് ഇതിനുള്ള പരിഹാരമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും അല്ലെ? നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള നമുക്കൊന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ നമുക്ക് കണ്ടുവരാനുള്ളത് ഒരു 720 കഴിഞ്ഞ പിന്നെ 716 അല്ലെങ്കിൽ 715. അപ്പോൾ അതിനിടയിലായിട്ട് ഒരു 718, 719 പോലുള്ള മാർക്കുകൾ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സ്ട്രാ ആയിട്ടുള്ള മാർക്കുകൾ കൊടുത്തത്, അല്ലെങ്കിൽ എന്ത് ഗ്രേസ് മാർക്കോ അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ കുട്ടികളോട് ഇത് മുന്നേ NTA ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന സമയത്തൊന്നും ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിനകത്ത് നിന്ന് ആ ഒരു സാധനം ഒഴിവാക്കി കളയാം, അങ്ങനെയൊക്കെയുള്ള ഒരു സാധനങ്ങൾക്ക് കാണുന്ന സമയത്ത് നമുക്ക് ആ NTA ഒരു വിശ്വാസ്യത കുറഞ്ഞു വരുന്നുള്ള ഒരു സംശയമുണ്ട്. NTA ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടായി? ഒരു റെസ്പോണ്ടർ വന്നില്ല. കാരണം ആദ്യം ഇവർ മാർക്ക് പബ്ലിഷ് ചെയ്ത് 118, 19 ആദ്യം ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇതിന് ആളുകൾ ഓരോ നോട്ടീസ് ചെയ്തപ്പോഴാണ് പിന്നെ ഇവർ ഒരു നോട്ടീസ് ഇറക്കിയത്. ഗ്രേസ് മാർക്ക് രൂപേണ ഈ ടൈം കിട്ടാത്ത കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കാരണം 18, 19 മാർക്ക് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ അവർ റെസ്പോണ്ട് ഇല്ല. പിന്നെ ഞങ്ങൾക്കിത് പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷൻ കിട്ടും. കാരണം ഒരു മാർക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ 700 മാർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 700 മാർക്കിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഒരു മാർക്കിൻ്റെ വ്യത്യാസം വരുമ്പോൾ തന്നെ 500, 1000 റാങ്കിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ട് മേടിച്ചിട്ട് ഒരു മാർക്ക് തന്നെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷൻ വരും. കാരണം മിണ്ടാതൊന്നും കാര്യമില്ല. കാരണം എല്ലാവർക്കും ഈ ഒരു ചതി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷൻ തരാം. റീ എക്സാം നടത്തണമെന്ന് ആവശ്യമുണ്ടോ? റീ എക്സാം നടത്തണം? ഇല്ല, റീ എക്സാം നടത്തണമെന്ന് പറയില്ല. കാരണം നമ്മൾ ഈ കിട്ടിയ കുട്ടികൾ അത്രയും ഇതാക്കുന്ന രീതിക്കുള്ളതാണ്. കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ 680 അല്ലെങ്കിൽ 660 ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ പിന്നെയും ഇപ്പം നമുക്കത് ഇത്രയും ടൈം ലേറ്റായി. അപ്പോൾ 2-3 ആഴ്ചകൾക്ക് ശേഷം നമ്മൾ പിന്നെ എക്സാം എഴുതുമ്പോൾ നമുക്കതൊന്നും എന്തായാലും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ റീ എക്സാം നടത്തുന്ന പറയാൻ നമ്മളെ തന്നെ കളിയാക്കുന്നില്ല എനിക്ക് തോന്നുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് അന്ന് തലേന്ന് വരെ അന്ന് രാവിലെ വരെ റിവിഷൻ നടത്തിയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഇപ്പോൾ 2-3 ആഴ്ചക്ക് ശേഷം വീണ്ടും റീ എക്സാം എന്ന് പറയുന്നത് ഒരു പോസിബിളായിട്ട് കാര്യം തോന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം കേട്ടല്ലോ. അവരെല്ലാവരും ദേഷ്യവും സങ്കടവും നിറഞ്ഞൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാനം ചതിക്കപ്പെട്ടില്ലോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ നിലവിലെ സിറ്റുവേഷന്റെ പരിഹാരത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ എല്ലാവരും ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങളാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് റിവാലുവേഷൻ ആണ്, മറ്റൊന്ന് റീ എക്സാം ആണ്. ഇതിൽ തന്നെ റിവാലുവേഷൻ കൊണ്ട് കാര്യമില്ല എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ എക്സാമിന് മുമ്പേ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ടായിരുന്നു എന്നും അങ്ങനെ വരുമ്പോൾ റിവാലുവേഷൻ നടത്തുന്ന സമയത്ത് ചോർന്ന ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എക്സാം ചെയ്ത കുട്ടികളെയൊന്നും അത് ബാധിക്കില്ല എന്നുള്ളതുമാണ്. അവർക്കൊക്കെ പഴയ മാർക്കുകൾ തന്നെ ലഭിക്കല്ലോ. ഇനി റീ എക്സാമിന്റെ കാര്യം, റീ എക്സാം നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നന്നായി ജെന്യൂനായി പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ജെന്യൂനായി എക്സാം എഴുതി മികച്ച റാങ്കുകൾ വാങ്ങിയ കുട്ടികൾക്കാണ്. റിവിഷനും റീ റിവിഷനും എല്ലാം കഴിഞ്ഞു, എക്സാം എഴുതി നല്ല റാങ്കും മേടിച്ചു മികച്ചൊരു ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷനും സ്വപ്നം കണ്ടിരിക്കുന്ന ഈ കുട്ടികളോട് ഒന്നും കൂടി പോയി നീറ്റ് എക്സാം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒന്നായിട്ട് അവർ തളർന്നു പോകും അല്ലെ? അവർ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ടേ ഉള്ളൂ. വീണ്ടും എക്സാം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പഴയ പോലെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നിലവിൽ ലഭിച്ച റാങ്കുകളും സീറ്റുകളും എല്ലാം നഷ്ടപ്പെട്ടേക്കാം. വല്ലാത്തൊരു അവസ്ഥ തന്നെ ആയിരിക്കും അതിലെ. കുട്ടികൾ തളർന്നു പോകാൻ വേറെ എന്തെങ്കിലും വേണം, ലൈഫ് ലോങ് റിഗ്രറ്റ് അടിച്ച് നടക്കേണ്ടി വരും. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇപ്പൊ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വല്ലാത്തൊരു പ്രശ്നമാണ്. ഇതിലിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയെന്നുള്ള ആരോപണം ഇല്ലായിരുന്നെങ്കിൽ റിവാലുവേഷൻ ആയിരുന്നു ബെറ്റർ ഓപ്ഷൻ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നോക്കിയാലും പ്രശ്നമാണ്. അതിനിടയിൽ ഇപ്പൊ നടന്ന എക്സാമിൽ വലിയ മാർക്കൊന്നും നേടാൻ കഴിയാത്ത കുട്ടികളും അവരുടെ മാതാപിതാക്കളുമെല്ലാം റീ എക്സാമിന് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട്. വീണ്ടും എക്സാം നടത്തി കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്ത് നല്ല റാങ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ചുളിയിൽ ലോട്ടറി അടിക്കാലോ. ആദ്യമേ മാനവും മര്യാദക്കും എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല അല്ലെ? ഇതൊരുമാതിരി വിദ്യാർത്ഥികളുടെ ഭാവി അമ്മാനമാടുന്ന പരിപാടിയായി പോയി. എന്തായാലും വിദ്യാർത്ഥികൾ അടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. ചോര തിളക്കുന്ന പ്രായമല്ലേ, അവർ നല്ലോണം പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന് പരാതി പ്രവാഹം തന്നെ കഴിഞ്ഞ ദിവസം ലഭിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാറ്റിനും ഉപരി കേസ് കോടതിയിലും എത്തിയിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് എന്തായാലും നീതി കിട്ടണം. കള്ളന്മാരെ ജനമധ്യത്തിൽ കൊണ്ടുവരണം. 10-25 ലക്ഷം കുട്ടികൾ എക്സാം എഴുതുന്ന സമയത്ത് അതിലൊരു കൂട്ടം ആളുകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ലല്ലോ. അതിന് വഴിവെച്ചവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.